ഞാനിപ്പോ നിൽക്കുന്നത് വയനാട് കൽപ്പറ്റ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് സർക്കാർ പണിത് കൊടുത്തിട്ടുള്ള മാതൃകാ വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഒരു ഫാമിലിക്ക് കംപ്ലീറ്റ് ആയിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് വളരെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന അതിന് വേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ ഒരു കുഞ്ഞു വീട്ടിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാല് ഫർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വീട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് നമുക്ക് കൊതിയായി തോന്നൂലേ. അത്രയും നല്ലതായിരുന്നു. മേ ബി വലിയ ബംഗ്ലാവിലൊക്കെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഇത് ഓക്കെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് അമേസിങ്. കാരണം അവരുടെ ബെഡ്റൂംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ പണിതിട്ടുള്ള കിച്ചൺ ആയിക്കോട്ടെ, ലിവിങ് സ്പേസ് ആയിക്കോട്ടെ, ഡൈനിങ് ഏരിയ ആയിക്കോട്ടെ, എല്ലാം ബാത്റൂംസ് ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ടുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി പണിത് കൊടുക്കണ്ടേ എന്നുള്ള ഒരു രീതിക്കേ അല്ല. ഇറ്റ്സ് റിയലി അമേസിങ്. പ്ലാൻ അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് വെക്കാലേ എന്നുള്ള രീതിക്ക് വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും സൂപ്പറാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം വിമർശിക്കുന്ന ആളുകളോടാണ്. കാരണം ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. ചൂരൽമല ദുരിതബാധിതർക്ക് വാങ്ങിച്ചിട്ട് പിരിച്ചിട്ടുണ്ടായിരുന്ന പൈസ എവിടെ പോയി, ടൗൺഷിപ്പിന്റെ പൈസ എവിടെ പോയി എന്നൊക്കെ വെച്ചിട്ട് കുറെ ആൾക്കാർ. പൈസ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്, ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൈസ എവിടെയും പോയിട്ടില്ല. സ്റ്റിൽ വർക്കിംഗ് ആണ്. പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. വർക്കേഴ്സ് ഇവിടെ ചുറ്റൂടെ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന അഭിപ്രായമൊക്കെ മാറും. സത്യം പറഞ്ഞാല് വിമർശിക്കുന്നത് നല്ല കേട്ടോ. വിമർശനങ്ങൾ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ സ്വാഗതം ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അങ്ങനെയുള്ള വിമർശനങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിയാണെങ്കിലും ഒരു പ്രസ്ഥാനമാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒക്കെ വികസിച്ച് വരുള്ളൂ. നമുക്ക് എന്ത് കിട്ടിയാലും അതിനേക്കാൾ ബെറ്റർ നമ്മൾ ആവശ്യപ്പെടുമ്പോഴാണ് എല്ലായിടത്തും പുരോഗമനം ഉണ്ടാവുള്ളൂ. ഫൈൻ. പക്ഷേ നിങ്ങൾ വിമർശിക്കുന്നതിന് മുന്നേ ഒരു വാസ്തവം, അയാൾ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിനെ എന്തെങ്കിലും പറയുന്നത് ഓക്കെയാണ്. എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഈ കാണുന്നതൊക്കെ ചെയ്ത് തന്നെയാണ് ഗൈസ്. ഒരു മനുഷ്യന് എന്തൊക്കെയാണോ വേണ്ടേ അതെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം വേണ്ടി ഇത് ബെസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു സർക്കാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയും ബെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യപ്പെടാം, കുഴപ്പമില്ല. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ണിന്റെ മുന്നിൽ ഇതിങ്ങനെ തല നിവർത്തി നിൽക്കുകയാണ്. അമേസിങ്. ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാല് മലയാളികളുടെ ധൈര്യം തന്നെയാണ് കേട്ടോ. കാരണം ഒരു പ്രളയത്തിനോ അല്ലെങ്കിൽ ഒരു നിപ്പയ്ക്കോ ഒരു സുനാമിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൊറോണയ്ക്കോ ഒന്നും അടിച്ചു തകർത്ത് തൂത്തെറിഞ്ഞിട്ട് പോവാനായിട്ട് പറ്റൂല. പിന്നെ താഴെ വന്ന് കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട്, ഇത് ജനങ്ങളെ പൈസയാണ്, സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളെ പൈസ. ഓഫ് കോഴ്സ് എല്ലാ സർക്കാരും ജനങ്ങളെ പൈസയും കൊണ്ട് തന്നെയാണ് നിലനിന്ന് പോകുന്നത്. ജനങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾ, നമ്മളെ പോലെയുള്ള പാവങ്ങളെ കയ്യിൽ നിന്ന് കുറച്ചെങ്കിലും സർക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നികുതി പിരിവായിട്ടോ മറ്റു ടാക്സ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ അവർ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിഷ്യൽസ് അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൺമുന്നിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ സർക്കാരുടെ ഏറ്റവും വലിയ വിജയമാണ്. നമ്മൾ എണ്ണി പറയുമ്പോൾ അതിൽ ഇത്ര ഇതിൽ ഇത്രയെന്ന് എണ്ണി പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മലയോര റോഡുകളായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടും ആരോഗ്യ മേഖലയിലായിട്ടും ഭയങ്കര 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 വലിയ കുതിപ്പാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുതിച്ചു പോയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ദുരിതബാധിതർക്ക് എന്താണ് സർക്കാർ ചെയ്തതെന്ന് ചോദിക്കുന്ന ആളുകളുടെ അടുത്താണ് പറയാനുള്ളത്, അവരുടെ വീടിന്റെ റെന്റ്, അത് ഒരു വീട്ടിലുള്ള 2 ആളുകൾക്ക് ദിവസപത്ത് എന്നുള്ള രീതിയിൽ 300 രൂപ ചെലവിനുള്ള പൈസ, അതുപോലെ മറ്റ് അനേകം സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് സർക്കാർ. ഈ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു വീട് മാത്രമല്ല എന്നുള്ളതാണ് അതിലൊരു ഫാക്ട്. പിന്നെ നമ്മുടെ പൈസയും കൊണ്ടല്ലേ ഈ ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, കർണാടകയിൽ 400ഓളം വീടുകൾ ഒഴിക്കപ്പെട്ട ആ വീടുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കണം. ആ ആളുകൾക്ക് ഒരു താമസ സൗകര്യമോ അല്ലെങ്കിൽ റെന്റിനൊരു വീടോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ഷെൽട്ടർ പോലും ഒപ്പിച്ചു കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പൊ ഇവിടെ ഈ ടൗൺഷിപ്പിലെ വീടുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് സർക്കാർ 15 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവരെ സർക്കാർ സെറ്റിൽ ചെയ്തത്. പക്ഷെ അവര് തന്നെ ഈ ഒരു വീട് സത്യം പറഞ്ഞ നഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു വീട് 15 ലക്ഷം രൂപ ഈ ഒരു വീടിന് പകരം വാങ്ങിയിട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് നഷ്ടബോധം ഉണ്ടായില്ലെങ്കിൽ അതിശയുള്ളൂ. കാരണം അത്രയും അമേസിംഗ് ആണ്. അപ്പൊ അവര് തന്നെ ആ ഒരു പൈസ തിരിച്ചു കൊടുക്കാം, ഇവിടെ ഒരു വീട് വേണം എന്നുള്ള രീതിയിൽ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത് കളക്ടർ ക്ലെയിം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്തില്ല എന്നുള്ളതാണ്. വാട്ട് നെക്സ്റ്റ്, ഇനി അടുത്ത കുതിക്കാൻ അല്ലെങ്കിൽ അടുത്ത് നമുക്ക് ചെയ്യാൻ എവിടെയുള്ളത്. നമ്മൾ പറയാറില്ലേ, ഒരു കൂട്ടം ആളുകളെ കാണിച്ചിട്ട്
ഇത് അവരാരെ രക്ഷിക്കണം എന്ന് അറിയാണ്ട് നിൽക്കുകയാണെന്ന് പറയാറില്ല. ജസ്റ്റ് ടൂർ വന്നിട്ട് പോണ പോലെ വന്നു പോയി നരേന്ദ്രമോദി എന്നല്ലാതെ 1 രൂപ സഹായം കൊടുക്കാനായിട്ട് ആളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ചൂരൽമല ദുരിതബാധിതരുടെ കടം, അതായത് ലോണുകൾ മുഴുവനായിട്ട് എഴുതി തള്ളിയിട്ടുള്ളത് നമ്മുടെ സർക്കാർ. അപ്പൊ ഇതിനപ്പുറത്തേക്ക് എന്താണ്? ഇവിടെ ജസ്റ്റ് വീട് മാത്രമല്ല, ഇതൊരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണ്. ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫാക്ട്ലെസ് ആയിട്ട് വിമർശിക്കുന്നതിന്റെ മുന്നേ ഒരു തവണ ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണണം കഴിയും. സർക്കാർ പണിതുകൊണ്ടേയിരിക്കുകയാണ്, ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയി ആളുകളുടെ കയ്യിൽ കിട്ടാൻ, അത് കിട്ടുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ്, അവർ കരഞ്ഞത് വെറുതെ ഒന്നല്ല കേട്ടോ, മനസ്സിൽ തട്ടിയിട്ട് തന്നെ ആയിരിക്കും. അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമില്ല ഇതൊന്നും. പക്ഷെ ഇത് കൊടുക്കുന്ന ആശ്വാസം, എനിക്കൊരു ഷെൽട്ടർ ഉണ്ടെന്നൊരു മനുഷ്യൻ തിരിച്ചറിയുന്ന ആശ്വാസം, അത് ചെറുതൊന്നല്ല. ഒരു നിമിഷമെങ്കിലും താമസിക്കാൻ ഒരിടമില്ലാതെ നിന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അതിന്റെ വികാരം എന്താണെന്നുള്ളത്. എനിക്കറിയാം. അപ്പോ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോട്ടോ.